ഇനി പഠിക്കാനുള്ളത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ്. refers to the ordered arrangement of ions molecules in a crystalline material. അതായത് ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ ആറ്റംസ് അയോൺസ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്നതിനാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്രിസ്റ്റൽസ് ആർ സോളിഡ്സ് മെറ്റീരിയൽസ് ഇൻ വിച്ച് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് ആർ അറേഞ്ച്ഡ് ഇൻ റിപ്പീറ്റിംഗ് 3-dimensional പാറ്റേൺ. അതായത് ക്രിസ്റ്റൽസ് സോളിഡ് മെറ്റീരിയലിൽ എങ്ങനെയാണ് 3D പോലെ സോളിഡ് മെറ്റീരിയലിൽ എങ്ങനെയാണ് ഒരു ക്രിസ്റ്റൽ ഇരിക്കുന്നത്, ആ 3Dനെ പറയുന്നതാണ് ക്രിസ്റ്റൽ സ്ട്രക്ചർ ക്രിസ്റ്റൽ ലാറ്റിസ്. ദിസ് റെഗുലർ റിപ്പീറ്റിംഗ് പാറ്റേൺ ഗീവ്സ് റൈസ് ക്യാരക്ടറിക് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ക്രിസ്റ്റൽ. ഇതിലത്തെ ഈ കുഞ്ഞൊരു തരി എന്നൊക്കെ പറയില്ലേ, ആ തരിയാണ് ആ മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്രിസ്റ്റലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും. വെൽ ഡിഫൈൻഡ് ജോമെട്രി ആൻഡ് ക്ലീവേജ് പാറ്റേൺസ്. In lattice, the crystal lattice is a repeating framework of points in space, where each point represents the position of atom ion in the crystal. The arrangement of these points determine the crystal constituent. If the atoms considered as a points in space, then the array of definite array unit cell. The smallest group of atoms or the smallest crystal which overall symmetry of a crystal. ക്രിസ്റ്റലിനെ എല്ലാവിധ സാമ്യമുള്ള സാധനത്തിനാണ് യൂണിറ്റ് സെൽ എന്ന് പറയുക. വിച്ച് ഫ്രം എൻറ്റയർ ലാറ്റിസ് ക്യാൻ ബി ബിൽട്ട് അപ്പ് ബൈ റിപ്പീറ്റേഷൻ ഇൻ 3 dimension. ഇതിൻ്റെ ഒരു കുഞ്ഞ് ഇത് വെച്ചിട്ട് അതിൻ്റെ 3D എടുത്തു കഴിഞ്ഞാൽ ആ ക്രിസ്റ്റലിനെ ഉണ്ടാക്കാം. ഇൻ അതർ വേർഡ്സ് 3 dimension ഡിസ്ക്രൈബ്ഡ് ബൈ സിസിക്കിൻ സൈസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് യൂണിറ്റ് സെല്ല്: പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ല്, സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല്, ഫേസ് സെൻറ്റേർഡ് എൻഡ് യൂണിറ്റ് സെല്ല്. ഇതിൽ നമുക്ക് പ്രിമിറ്റീവ് സെല്ല് സിമ്പിൾ ക്യൂബിക് SC, വെൻ ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓക്യുപ്പൈ ഓൺലി ഇൻ കോർണർ പൊസിഷൻ. സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ പൊസിഷനിൽ മാത്രമാണ്. പിന്നെ വിച്ച് ഈസ് എ പ്രിമിറ്റീവ് ഫോംഡ് ബൈ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് പാർട്ടിക്കിൾസ് വെൻ ദ ഇഫക്റ്റീവ് നമ്പർ ഓഫ് ഇനി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ല് കോൺസ്റ്റിറ്റ്യൂവൻസ് ഓക്യുപ്പൈ ഇൻ അതർ പൊസിഷൻ ടു ദ കോർണർ. There are 3 types: body centered, when the constituent particle at the center of the body is known as body centered unit cell. Face centered, when the constituent particles present at the center of each, it is known as face centered. End centered, constituent particles at the corner of opposite faces, it is known as end centered. ഇതിൻ്റെ ഈ ഡ്രോയിങ് ഒന്ന് നോക്കി ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ